ലെവനെ എന്ന് പരിചയപ്പെടും പുറത്തേക്കുന്നവനെ അവനെ 1 മണിക്കൂർ വരാൻ വേണ്ടി ഇവിടെ നിർത്തിയേക്ക് വയ്ക്കുന്നു. എന്റെ പേര് വാസ്തു, പരിചയപ്പെട്ട് സന്തോഷം. ബാബു ബാബു ഇത് ഒറിജിനൽ ആണോ? ഹലോ ബാബു, എടാ ഇത് എല്ലാവരും സൗണ്ട് പോയോ? ഹലോ എടാ ഞാൻ ചുമ്മാ പറഞ്ഞാണ്. ഹലോ ഹായ് ജബ്ബാറെ. ഹായ് ജബ്ബാറെ. ഹായ്, സുഖമാണോ? ആ ഓക്കെ. ഞങ്ങള് ചെറിയൊരു കൺസൈൻമെന്റ് പരിപാടി നിൽക്കുവായിരുന്നു. നമുക്ക് പെട്ടെന്ന് പോണേ. അപ്പൊ അതിന്റെ ഇത് എന്താണ് കാണിക്കണേ? ഹലോ ബ്രോ, നമ്മള് കൺസൈൻമെന്റ് കഴിഞ്ഞിട്ട് പരിചയപ്പെടാട്ടെ. ഇപ്പൊ നിന്ന ഇതാ ഡിലേ ആവും, അതുകൊണ്ടാ. എടാ ഇത് ബാബു ആണോ? ഇത് ബാബു ആണോ? ഇത് നമ്മുടെ വീട് പൂശാവുന്ന പയ്യനാ. ഇത് ബാബുല്ല. ബാബുവിനെ ഈ ബംഗാളികളെല്ലാം ഈ രാംകോട് ആയിട്ടേ കളറുള്ള ഡ്രസ്സൊക്കെ ഇടുന്നത്. ഇല്ല, എനിക്ക് ആറേ ഉള്ളു പി എല്. ഫേക്ക് ഫേക്ക്. എടാ വാ, അകത്തോട്ട് വാ, മീറ്റിംഗ് റൂമിലോട്ട് വാ. സമയമില്ല, വാ 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 വാ. കണ്ണും കണ്ണും ഇതെന്താ കമ്പിയിൽ ഉടക്കിയിരിക്കുന്നേ? ഇത് കേറാൻ പറ്റൂലേ? പീടിയാണോ? ഹലോ മുള്ളി. ഹലോ ബാബു, നീ ആയിരുന്നോടാ? എടാ ഞാൻ പെട്ടെന്ന് ഞാനേ മറ്റേ ഇവിടെ ഇത് കൺസോളിലൊക്കെ അടിച്ചു നോക്കണം നിന്റെ പേര്. ഹലോ മീനുട്ടി മോളെ, ഞാൻ ഒരു കൺസൈൻമെന്റ് ഇത് കഴിഞ്ഞിട്ട് വിളിക്കാവേ ഞാൻ. ഓക്കെ. ഏതെങ്കിലും എന്താ സാറാ? ശരിക്കും? ഒരു മിനിറ്റ്, ഞാൻ എന്നാ ബാബുവിനെ പറഞ്ഞ കൺസൈൻമെന്റ് അങ്ങോട്ട് വരാം. ഞാൻ വിളിക്കാവേ മീനുട്ടിയെ. എന്റെ കണ്ണ് കാണാനില്ല. അതിവിടെ വെടിവെക്കുന്നവർക്കാണ് സാധാരണ കൊടുക്കണത്. എനിക്ക് പണ്ട് രാവിലെ തന്നെ എന്റെ കണ്ണ് കാണാനില്ല. ചന്ദ്ര, നമുക്ക് ഇഷ്ടംപോലെ കണ്ണ് ഇരിപ്പില്ലേ ബാക്കി? അപ്പൊ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ബാബുവിനെ ഇന്ന് ലൈനപ്പിലിടാം. ഏതാ മുള്ളി? മുള്ളി ഞാൻ മിനിമം 2 പിക്ക് എടുത്ത് നീ എന്നെ ലൈനപ്പിൽ ഇടണ്ട. ഓക്കെ വാ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. അപ്പൊ ഇത് വാ. ഓക്കെ അടിച്ചു കയറിയിട്ടുള്ളൂ. ഗ്യാങ് ഡ്രസ് പഴയതുണ്ടോ എന്തോ നോക്കണം. മെമ്പേഴ്സ് ബാബു വന്നിട്ടുണ്ടേ. ബാബു 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 എല്ലാരും വാർച്ചാറ്റിൽ ഒരു വെൽക്കം ബാക്ക് ബാബു ഇട്ടേ. അല്ലല്ല, ഇതാണ് ശരിക്കുള്ള ശരിക്കുള്ള ബാബു കേട്ടാ. വെൽക്കം. ഈ ഇന്നത്തെ കൺസൈൻമെന്റില് മിനിമം 2 പിക്ക് എടുത്തില്ലെങ്കിൽ എന്നെ ഈ ആഴ്ച മുകളിൽ കോഹ്ലിയുടെ ആക്കണ്ട. പ്രശ്നമല്ലോ. കോഹ്ലിയുടെ നല്ലതാക്കുന്നില്ല, ലൈനപ്പിലുള്ള കാര്യമാണ്. ലൈനപ്പിലെ എക്സിസ്റ്റൻസ് ആണ് നമുക്ക് നോക്കണത്. അപ്പൊ കണ്ടത് കൺസൈൻമെന്റിന്റെ കാര്യം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറയാം. പഴയതുപോലെ തന്നെ നമ്മള് ഈ ലാസ്റ്റ് കളിച്ച കൺസൈൻമെന്റ് പോലെ തന്നെ ട്രക്ക് നമ്മളായിരിക്കും കൊണ്ടുപോകുന്നത്. അതായത് 915 618. നീ പറഞ്ഞു കൊടുക്കും. ചന്ദ്ര പറയും, ബാക്കി ചന്ദ്ര പറയും. എടാ 915 തൊട്ട് 694 വരെയാണ് കൺസൈൻമെന്റ്. നീ എടുത്ത് നോക്ക് ഉണ്ടോ ഇല്ലയോ? എല്ലാത്തിനും അങ്ങ് വലിയ താളം അടിക്കണം കേട്ടോ അവനങ്ങ്. 915 തൊട്ട് 694 വരെയാണ് കൺസൈൻമെന്റ്.
മള്ളി പ്രശ്നം അറിയോ? 4 നമ്പർ കാണും മിനിമം, അതാണോ ഉദ്ദേശിച്ചത്? ഇല്ലടാ 3 നമ്പർ ഉള്ളടാ ബാബു. 3 നമ്പറേ ഉള്ളൂ. 915 എടുത്ത് നോക്ക്. റോക്സോട്ടിലുണ്ട്. ഹലോ ആ, 3 നമ്പറുള്ള മാപ്പോ? 915 ആദ്യം 615 എന്നാ പറഞ്ഞ എല്ലാരും കേട്ടത്. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, ബാക്കി പറഞ്ഞു. അത് നമ്മള് അത് നിന്റെ കുറവ്. അത് അവന്റെ കേൾക്കുറ 915 എന്ന് തന്നെയാണ് പറഞ്ഞേ. എന്നാ പറഞ്ഞു, ബാക്കി ഓക്കെ, അപ്പൊ 915 തൊട്ട് 694 വരെയാണ് നമുക്ക് ഇത് ട്രക്ക് ഇത് ചെയ്തുകൊണ്ട് വരേണ്ടത്. അവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇല്ലീഗൽ ഇതായിട്ടുള്ള ഇതായതുകൊണ്ട് PD അറിയാം, എന്തായാലും PD അറിഞ്ഞാൽ PDയുടെ ഇൻവോൾവ്മെന്റ് എന്തായാലും ഉണ്ടാവും അവർ പറഞ്ഞത്. ഇൻ കേസ് PD വന്നില്ലെങ്കിൽ വേറെ അവര് എന്തോ ഒരു ഓൾട്ടർനേറ്റീവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ട്രക്ക് സെക്യൂർ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒന്നുകിൽ 45 മിനിറ്റ്സ് ട്രക്ക് നമ്മൾ സെക്യൂർ ചെയ്യുക, അല്ലെങ്കിൽ ഓൾ ഡൗൺ ആക്കുക. സർവൈവ് ചെയ്യണം. ആ ട്രക്ക് വിട്ടുകൊടുക്കാനും പാടില്ല. അല്ല, അല്ലാതെ പറ്റൂല. ആ ട്രക്ക് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. കോഡ് എന്തായിരുന്നു? കോഡ് കോഡൊക്കെ ഞാൻ അവിടെ പറയേണ്ടടുത്ത് ഞാൻ പറഞ്ഞോളാം. ഇല്ല കുറച്ചായിട്ട് പറഞ്ഞു. TV262 അതാണ് കോഡ്. കിക്ക് ഭയങ്കര ഫാസ്റ്റ് ആണോ പറഞ്ഞിട്ടത്? ഇൻസ്റ്റന്റ് ആണത്, 0 ഡിലേ. നിങ്ങളൊക്കെ ഇല്ലാതെ ഞാൻ എന്ത് ചെയ്തേനെ? എന്ത് ഇതെടാ, നമ്മൾ ഈ കൺസൈൻമെന്റ് കൊണ്ടുവന്ന് ഈ കൺസൈൻമെന്റ് കൊണ്ടുവന്ന് മിസ്റ്റർ എക്സിന് ഹാൻഡ് ഓവർ ചെയ്യുമ്പോ നമ്മളെ കോഡ് പറയണം. നമ്മൾ ആ വണ്ടി നമ്മൾ തന്നെയാണോ അറിയണ്ടേ? ഓ അങ്ങനെ, ഓക്കെ. അപ്പൊ പിന്നെ വേറെ ഏതെങ്കിലും വണ്ടിയിൽ കോഡ് എന്തെങ്കിലും കൊണ്ടു കൊടുത്തിട്ട് കോഡ് പറഞ്ഞാലും പോയി. എടാ, അത് അവർക്ക് അറിയാടാ. കരടി സാബ് PD ടേക്ക് ഡ്യൂട്ടിയാ. വോട്ടിന്റെ വീഡിയോ വരാതിരിക്കുന്നതിന്റെ അവന്റെ പ്രശ്നമാണ്. സാറിന്റെ കള്ളന്മാര് വോട്ടിങ്ങനെ എന്തിനാ PD വരാൻ നോക്കല്ലേ? ചന്ദ്രനെ പോലെ. ആ പിന്നെ വേറെ കാര്യൂടെ ഓഫ് റോഡ് കയറാൻ പറ്റത്തില്ലേ? ഓഫ് റോഡ് കയറാൻ പറ്റത്തില്ല, റോഡിൽ കൂടെ തന്നെ പോകേണ്ടി വരും. റിവേഴ്സ് എടുക്കാനും പറ്റൂല. അല്ല, ട്രക്ക് ഓഫ് റോഡ് ഇല്ല, അത് പറ്റില്ല. ചാറ്റിൽ എങ്ങനെയാ പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാ. എടാ അല്ലല്ല, അത് വേറെ പറയാൻ കേക്കടാ. ട്രക്ക് മൂവിങ് ആയിരിക്കണം കേട്ടാ. ട്രക്ക് നിർത്തിയിട്ട് ഒരിടത്ത് ഇതായിരിക്കാം. ട്രക്ക് മൂവിങ് ആയിരിക്കണം. എന്താ പിന്നെ ഓഫ് റോഡ് കയറാൻ പാടില്ല, അത്രേ ഉള്ളൂ. ട്രക്ക് ഓഫ് റോഡ് കയറാൻ പാടില്ലെന്നാണ്. നമ്മുടെ വണ്ടിക്ക് കയറാം. നിർത്താൻ പാടില്ല ട്രക്ക്. മിസ്റ്റർ എക്സ് വരുമ്പോ നിർത്തണം. പിന്നെ എടാ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഗ്യാങ്ങിന്റെ ലീഗൽ സൈഡൊക്കെ നോക്കാൻ വേണ്ടിട്ട് നമുക്ക് ഒരാൾ വേണം. സോ അപ്പൊ ഞാൻ നല്ലൊരു വക്കീലിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ മാരാർ വക്കീലുണ്ട് ഇവിടെ. സോ മാരാർ വക്കീലിനെ ഞാൻ നമ്മുടെ ഗ്യാങ്ങിന്റെ ലീഗൽ സൈഡ് മൊത്തത്തിൽ ഏൽപ്പിക്കുകയാണേ. അപ്പൊ അതൊന്ന് ടേക്ക് കെയർ ചെയ്തേക്കണം. പിന്നെ പരീക്ഷയുണ്ട് എല്ലാ കാര്യം എന്തുണ്ടെന്ന് ഇവിടെ ഇപ്പൊ എത്ര പേരെ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 പേര്. ചന്ദ്രനെ കളയാം, ബാബുവിനെ കളയാം, കോച്ചിനെ PO ചെയ്യണം കൂടുതൽ. എന്താ ഇവന്റെ കുഞ്ഞമ്മ പ്രസവിച്ച മള്ളി കുഞ്ഞിന് ആണാണോ പെണ്ണാണോ ചോദിച്ചു. തന്ത പോലെ ഇല്ലാത്തവന് ഇവിടെ കുഞ്ഞമ്മ. ഞാൻ ഒരു സെക്കൻഡ് പറഞ്ഞു. കുഞ്ഞമ്മയുടെ മോന് പാവുന്റെ ചായപ്പായവനാണ് അച്ഛന്നാ പറയണേ. അതെ, എന്നിട്ട് നിനക്കൊരു അച്ഛനില്ലല്ലോടാ. എന്നിട്ട് കുഞ്ഞമ്മയുടെ അവഹിതം ഇത്ര അന്തസ്സായിട്ട് വിളിച്ചു പറയാൻ എങ്ങനെ പറ്റണം അല്ലേ? അതൊക്കെ ഈ ഉളുപ്പില്ലാത്തമാർക്ക് മാത്രമേ പറ്റുള്ളൂ. എന്റെ കുഞ്ഞമ്മല അണ്ണന്റെ കുഞ്ഞമ്മലല്ല എത്ര വിഷമപ്പെടാൻ. അല്ല, എനിക്ക് വിഷമമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എടാ ടൈമായി കേട്ടോ, ടൈമായി. എടാ നമുക്ക് പക്ഷെ മിസ്റ്റർ എക്സിന്റെ സൈഡിൽ നിന്ന് ഇൻഫോ ഒന്നും വന്നില്ലല്ലോ. മറ്റേ ഡാർക്ക് വെബിലും എല്ലാം വന്നു. മിസ്റ്റർ എക്സ് വല വിടും.
നമ്മള് പോയാൽ മതിയായിരിക്കും മുള്ളി. മുള്ളി അത് ഇതിൽ ഈ പലേറ്റൂർ സൈഡിൽ ഇതിപ്പോ വേറെ ഭൂമി വാങ്ങിച്ച്. പലേറ്റഡ് സൈഡിലാ? ആ പലേറ്റഡ് സൈഡിൽ വേറെ ഏത് ഭൂമി മേടിച്ചു? ആ അപ്പം കൊറേ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടല്ലോ പലേറ്റൂരെ അപ്പുറത്ത്. അതെന്താ? ഒരാളെ ഇടിച്ച് കൊന്ന്. എടാ ഈ ചന്ദ്രൻ നീ എവിടെ നോക്കിയാടാ ചന്ദ്ര വണ്ടി ഓടിക്കുന്നേ? ഓരത്തെ വണ്ടിയുടെ ടയറിന്റെ അടി വന്ന് കയറിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവസാനം സത്യം പറയാം ലോയൽറ്റി പോയിന്റ് കൊണ്ടുപോയാട്ടെ ഇത് എന്റെ അടുത്ത വണ്ടി മണ്ടയ്ക്ക് ഇറക്കണം. മാറി എടാ വണ്ടി എടുത്ത് റെഡി ആയി നിൽക്കട്ടാ, ഞാൻ ലൈനപ്പ് പറയാം. പലേറ്റൂര് അപ്പുറത്തുള്ളത് എന്താണ്? എടാ അതിപ്പോ സിറ്റിയിലെ പുതിയ ഇതാ, അതായത് അടിയും പ്രീ അടിയും മെയിൻ അടിയും ഇവിടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ. ഓ അതിനകത്ത് മാത്രമേ പറ്റുള്ളൂ. ഇവിടെ സിറ്റി കിടന്ന് അടി ഉണ്ടാവാൻ പറ്റൂല. ഓ അങ്ങനെ ശരിയോന്നേ. സിറ്റിയിലുള്ള ബാക്കി സ്ഥലമൊക്കെ ചന്ദ്ര പയ്യെ പോടാ, ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടാളിയാ. ഇല്ല എന്റെ കണ്ണിൽ ആരും ഇല്ല. അന്ന് അങ്ങനെ നമ്മള് സെയിം ഇതുപോലെ ചെയ്യുമ്പോഴല്ലടാ അവർക്ക് ട്രിഗർ ആവണേ. അല്ലെ ഇത് അല്ലല്ല, ഇവിടെ ഒരുപാട് ആൾക്കാരുള്ള അല്ല അളിയാ. ചന്ദ്ര പയ്യപ്പോ നമുക്ക് കാണത്തില്ല ചിലപ്പോ. ഓ അങ്ങനെ കാണുമായിരിക്കും വിചാരിച്ചു പോകുമ്പോ. ഓക്കെ സ്വാമി സാർ. അതാരെന്ന് മനസ്സിലായില്ലേ? ഇല്ല ഈ സിറ്റിയിൽ മറ്റേ മോട്ടിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള ലീഡർ ബോർഡിൽ ഫസ്റ്റ് ഇരിക്കുന്നതാണ് സ്വാമി സാറിനെ പറഞ്ഞ ലൂക്ക. പിന്നെ അല്ലാതെ അവനാണ് ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടായിരുന്നു. പിന്നെ മള്ളി സംഭവം എനിക്ക് മനസ്സിലായി ഈ പലേറ്റയ്ക്കപ്പുറം പുതിയ സ്ഥലം വന്ന എങ്ങനെയാണ്. എങ്ങനെ? സിറ്റിയിലുള്ള ബാക്കി സ്ഥലമില്ല ഷേഖിന് എഴുതി കൊടുത്തു. അത് സത്യം. ഞാൻ പെട്ടെന്ന് താഴെ അടിക്കാതെ ഗ്യാങ് ഡ്രസ് ഒന്ന് ഇടുവോ പ്ലീസ്? ചന്ദ്ര ഒന്ന് വന്നേടാ. ഇല്ല അറിയത്തില്ലായിരിക്കണം, പറഞ്ഞു കൊടുക്കണം. ചന്ദ്ര നീ കളിക്കുന്നുണ്ടോ? ഞാൻ കളിക്കുന്നുണ്ടെന്നാ. പക്ഷെ ലൈനപ്പിൽ നിന്ന് മാറ്റിയേ. മാറ്റിയല്ലേ? ടൈമായി പറഞ്ഞ കേസ് അവര് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞു മിസ്റ്റർ എക്സ്. അവര് കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഞാൻ എവിടെ പോണം? നിങ്ങളൊന്ന് ചില്ലാവ്. നിങ്ങളെല്ലാരും ഒന്ന് ചില്ലാവ്. അവര് വിളിക്കും, ലൊക്കേഷനിൽ പോവാം നമുക്ക്. എടാ ചന്ദ്ര അവര് കോണ്ടാക്ട് ചെയ്യുന്നല്ലേ പറഞ്ഞ, നമ്മളെ ഇൻഫോം ചെയ്യുന്ന പറഞ്ഞില്ലേ? ഹലോ ബെന്നി, അത് നമ്മളാ ടൈമില് ലൊക്കേഷനിൽ എത്തണോ? ലൊക്കേഷനിൽ എത്തണം. എന്നാ 1 മിനിറ്റ് കൂടെ ഉള്ളൂ. ബാബു ഷർട്ട് മാത്രം ഇട്ടുണ്ടോ? വാടാ ഷർട്ട് മാത്രം ഇട്ടുണ്ടോ? എനിക്ക് ഇത് എത്ര പേരുണ്ടോ നോക്കട്ടെ. കൺസ്യൂമർ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. എടാ ഞാൻ ഈ റേഡിയോയിലുള്ള കറക്റ്റ് 15 പേര് തന്നെ ഇടുവാണ്. 15 പേര് കയറണോ? വണ്ടി എടുത്തോ. ആരാ? നീലുണ്ടോ? ആ അന്ന് പെട്ടെന്ന് കേറാൻ പറ, സമയമില്ല. ഓ സ്വാമി ശരണം. എടാ വണ്ടി എടുത്തോടാ. എടാ ചന്ദ്രന് ബാബു എന്തി? ഹലോ ചന്ദ്ര ബാബു. ഹലോ ചന്ദ്ര ബാബു സമയമില്ലടാ ബാബു. ഹലോ എടാ റെസ്പോണ്ട് ചെയ്യടാ. അതിനകത്താണോ? ഓ അവന്മാര് ഇറങ്ങി വന്നായിരുന്നല്ലോ. നമുക്ക് ആദ്യം പോവാം. ഏത് ഗ്യാങ് വണ്ടി എടുക്കണ്ടേ? അവര് കൊണ്ടുവന്നോളൂ. എടാ ഞങ്ങളെ ലൊക്കേഷനിലുണ്ടോ? ഒരു വണ്ടി എക്സ്ട്രാ കൊണ്ടുപോയേ. എടാ ഈ ലാസ്റ്റ് മിനിറ്റ് എനിക്ക് ഇങ്ങനെ പറയാൻ വേടാ. കളിക്കുന്നവരൊന്ന് റേഡിയോ കയറാൻ പറയടാ. ലൈനപ്പ് പറയണ്ടേടാ. അല്ലടാ ഹരിയൊക്കെ ഉണ്ടെന്ന്, അല്ല നീലനൊക്കെ ഉണ്ടെന്ന്. ബാബു ഗണ്ണുണ്ടോ കയ്യില്? ഗണ്ണ് സാധനങ്ങളും സീരിയസ് ആയിട്ട് പറ. എടാ പിന്നെ എവിടെ ചന്ദ്ര എവിടെ പോവാടാ നമ്മള്? ചന്ദ്രു ഇതല്ലേ ഞാൻ നിന്റെ കുറെ നേരമായിട്ട് പറയുന്നേ.
മുള്ളിയില്ല കണ്ണിലും പ്രശ്നമില്ല ഞാൻ ബസ് ഓട്ടിക്കാം. അണ്ണ ഗണ്ണൊക്കെ എന്താന്ന് പറഞ്ഞ ഗണ്ണൊക്കെ സിമ്പിൾ ആണ്. ബാബു ഒന്നാമത് നിന്നെ ആഡ് ചെയ്തത് തന്നെ നമുക്കൊരു ഇതാ. അതിന്റെ കൂടെ മുള്ളി ഇത് മുള്ളി നല്ല സൗകര്യമാണ്, നല്ല നീ സൗകര്യമാണ്. കുട്ടിയിട്ട് ആയിരത്തി വെച്ചിട്ടാ ഏഹ് കുട്ടിയിട്ട് ആയിരത്തി നീ ഇത് സമയമില്ല, ഗ്യാങ് ഓടിച്ച് പോടാ മുള്ളി. അതെ അത്രേ ഉള്ളൂ. അവിടെ ഇരിക്കട്ടെ. കണ്ണെടുത്തിട്ട് വരാം, അവിടെ നിക്ക്. നീ എന്തിനാ ഹുഡ് ഇട്ടത്? ഞാൻ ഗ്യാങ് ഡ്രസ്സിന്റെ നമ്പർ ചോദിച്ചപ്പോ അവനാണ് പറഞ്ഞു തന്നത്. ആണല്ലേ? എന്നിട്ട് അവൻ നീ എന്തിട്ട് ചോദിച്ചാ എനിക്ക് രക്ഷപ്പെടെ കിടക്കണേ എനിക്കറിയില്ല. ഇപ്പോഴാണ് ഞാൻ കാണുന്നത് അതിൽ നമ്പറിനൊരു ഓപ്ഷൻ ഉള്ള കാര്യം. ഇവിടെ നോക്ക് വണ്ടി ഓടിക്കുന്ന കൊമ്പന്റെ നമ്മുടെ പിള്ളേരാണ് പിന്നെ വിട്ട്. അത് സത്യം മുള്ളി, അത് സത്യം. അയ്യോ മന്ദാരം. അവന്റെ റിഫ്ലക്സ് എന്തൊരു മുള്ളി ഓട്ടിച്ചടിക്കരുത് സൈഡില്. മുള്ളി പിന്നെ ഒരു കണ്ണ്, കുറച്ച് ആമോ, പിന്നെ കുറച്ച് ഹീലിങ്സ്, എല്ലാം അവിടെ ഉണ്ട്. കോമൺ ലോക്കറിലുണ്ട്. ദേ പോയിട്. അതെവിടെ? ദേ ഇവിടെ. ആണ്ടിലൊരിക്കൽ ഗാംഗിൽ വരുന്നവനെയൊക്കെ എന്ത് ഒരു 300 എണ്ണം മതിയാവും മുള്ളി. ആദ്യമേ ചാവുന്നവർക്ക് അത് മതിയായിരിക്കും. ഓ അപ്പൊ പിന്നെ മുള്ളി അപ്പൊ എത്ര വെച്ചിട്ടുണ്ട്? ഞാൻ 900. ഓ അപ്പൊ ആദ്യമേ ചാവുന്നവർ 900 വെച്ചിരിക്കും. ഒരു ഹെൽത്ത് പൊസിഷൻ ബേസിലാണ് ഇപ്പൊ. എടാ ആർമർ പോർഷനും ഹെൽത്ത് പോർഷനും വേഗം എടുക്ക്. ഓ എടുത്തെടുത്ത് ഇനി എന്തെങ്കിലും എടുക്കാൻ ലോക്കറി പൂട്ടല്ലേ? കൂട്ടൊന്നും ഇല്ല, അതിന് ലോക്കില്ല. ലോക്കില്ലേ? സോറി. ഫുഡും വെള്ളവും മതി മതി മതി. ഉള്ളത് മതി, ഉള്ളത് വെച്ച് അടിച്ചോളാം ഞാൻ. വാ. എടാ നിനക്ക് മാത്രമുള്ള ബി അല്ലേ? ചന്ദ്രന്റെ കോമഡി കാരലൊന്ന് ചിരിച്ചു കൊടുക്കണേ പ്ലീസ്. സേവ് ചെയ്ത് തൂടി അറിയാൻ വേണ്ടി മുക്കിയതാ. പൊതിഞ്ഞോണ്ട് വരാൻ ചന്ദ്രൻ അവിടെ എത്തിയിട്ടറിയാം. എന്താടാ ചുമ്മാ ഇരിക്കുന്ന എന്നോട് സോറി തന്നെ മുള്ളി. ഹെൽമെറ്റ് ഉണ്ടോ നിനക്ക്? ആ ഉണ്ടല്ലേ. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് മുള്ളി. അത് ഞാൻ പണ്ട് പഠിച്ചാണ് മുള്ളി. പണ്ട് ഓർമ്മ ഹെൽമെറ്റ് ഇല്ലാതെ പോയി കൊറേ ചത്ത വെടിവെക്കണേ ചന്ദ്രു. എവിടെന്നെങ്കിലും വെപ്പിച്ചോണ്ട് വന്നോളാം. എടാ വണ്ടി എടുത്തോ ആറെണ്ണം. ഹലോ എടാ റേഡിയോ ആരോ ഒന്ന് റെസ്പോണ്ട് ചെയ്യോടാ. ഹലോ എത്ര നേരം ചോദിക്കുവാടാ ഞാൻ. വണ്ടി മാറി ഇറങ്ങി വാടാ കച്ചമ്പർക്കുണ്ടേ. ഞാൻ ഓടിച്ചോളാം. ലൈനപ്പ് എനിക്ക് ഒരു മിനിറ്റ് കോച്ച്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 3 പേര് മാറണം. എടാ 3 പേര് മാറണം കേട്ടോ. ഇതിനകത്തുനിന്ന് 3 പേര്. ബാബുവിന് കളിക്കണമെന്ന് പറഞ്ഞു. ബാബു ഞാനും ചന്ദ്രൻ ഇന്ന് ഉണ്ടാവും. എടാ പോടാ. അവനെ പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഫീൽ ആവും. അവനെ പറഞ്ഞു വിട്ടാലേ കുറച്ച് കില്ലെങ്കിലും കിട്ടുള്ളൂ. ബാക്കി അത് സത്യമാണ്. വേറൊരു സത്യം. അവന്റെ തിറങ്ങാൻ പറ, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് എടാ സ്വയമേ ആരെങ്കിലും ഇതാണോ ഒരു ബാബുവിന് കളിക്കണമെന്ന് പറഞ്ഞോണ്ടാ. ബാബുവിന് ഏറ്റവും ഇഷ്ടം. അല്ല വില്ലു നിന്നെ മറ്റേ കൊച്ചു വിളിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? സീനില്ലല്ലോ. ഓക്കെടാ. ഇടി വരത്തില്ലടാ, നിങ്ങൾ അത് മനസ്സിലാക്ക്.